ഹലോ PSC ആസ്പിരൻസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുഞ്ഞ് സ്റ്റഡി വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ മുതൽ ഒരു 4 മണി വരെ ഞാൻ പഠിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ പുറത്തിറങ്ങിയിട്ട് കുറച്ച് നേരം ചെടികളുടെ കൂടെയും പൂക്കളുടെ കൂടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റഡിയിലേക്ക് കടക്കാറ്. ഇനി രാവിലെ വെളുപ്പാങ്കാലത്തൊരു 4 മണിക്കൊക്കെ പഠിക്കാൻ എണീറ്റാൽ കൂടിയും ഇതുപോലെ ഒരു 7-7:30 ആകുമ്പോൾ പുറത്തോട്ടൊക്കെ ഒന്നിറങ്ങി മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കിയിട്ടേ ഇനി നെക്സ്റ്റ് ഇരിക്കാറുള്ളൂ. അങ്ങനെയാണ് പതിവ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഏജ് ബിലോ 25 ആണെങ്കിൽ, ആ ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളൊരു 24 അവർക്ക് ഇരുന്ന് PSCക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിലൊക്കെ വരാൻ പറ്റും. ഇനി നിങ്ങളുടെ ഏജ് ഒരു എബോവ് 25 ആണെങ്കിൽ നിങ്ങൾ പഠിക്കുക, അതിനോടൊപ്പം തന്നെ പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ഒരു ജോലിയും കൂടെ ചെയ്യുക എന്ന് ഞാൻ പറയത്തുള്ളൂ. ബട്ട് എന്തായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. പക്ഷെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ജോലിയോടൊപ്പം എൻ്റെ PSC ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ജോലിയെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എൻ്റെ യൂട്യൂബ് പ്ലാറ്റ്ഫോം മാത്രമല്ല, എനിക്ക് വേറൊരു ജോലിയുണ്ട്. അപ്പം ഞാൻ ആ ജോലിയോടൊപ്പമാണ് എൻ്റെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാരണം ജോലിയിൽ നിന്നും കുറച്ച് താൽക്കാലികമായിട്ട് ലീവ് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ പഠിക്കാനും ക്ലാസ് എടുക്കാനും അത്യാവശ്യം നല്ല ടൈം കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന്. അത് മാത്രമല്ല, എനിക്കൊരു കുട്ടി കമൻറ്റ് ഇട്ടിരുന്നു, ചേച്ചി പഠിക്കുന്നതൊക്കെ സ്റ്റഡി വ്ളോഗായിട്ടൊന്ന് ചെയ്യാമോ എന്ന്. ഒരേ ഒരു കമൻറ്റ് മാത്രമേ വന്നുള്ളൂ. ആ ഒരു ഒറ്റ കുട്ടി മാത്രമേ വ്ളോഗ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ആ കുട്ടിയുടെ ആ ഒരു ചോദ്യത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. സോ ഞാൻ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ആകെ മെസ്സിയായിട്ട് കിടക്കുകയാണ്. ടോട്ടലി കണ്ടോ, ഞാൻ അടുക്കി പറക്കി ഒന്നും വെച്ചിട്ടില്ല. കാരണം ഇന്നലെ നൈറ്റ് പഠിച്ചിട്ട് കിടന്നിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പഠിച്ചിട്ട് കിടന്നിട്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ വെച്ചിട്ട് കിടക്കുവാണേ. ട്രൈപോഡും പേനയും പെൻസിലും ബുക്സും എല്ലാം അലങ്കോലമായിട്ട് തന്നെ കിടപ്പുണ്ട്. ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഇതൊന്ന് ക്ലീൻ ചെയ്യുക എന്നാണ്. ഈ ഒരു ടേബിൾ ക്ലീൻ ചെയ്യേണ്ടി വെക്കാണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തെ സ്റ്റഡി എന്തായാലും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു ബുക്ക് ഞാൻ വായിക്കുന്നൊരു ബുക്കാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ബുക്കിൽ നിന്ന് കുറച്ച് വായിക്കും. മൈൻഡ് ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇതൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് എൻ്റെ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ആദ്യം ഞാൻ ടേബിൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് അവിടെ നിന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു മൂഡ് വരത്തില്ല. കുറച്ച് പഠിക്കുമ്പോൾ തന്നെ ആകെ ബോറാകും. പക്ഷേ എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് മാത്രമേ പഠിക്കാതിരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് തരാനുള്ള ഫസ്റ്റ് ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. നമ്മൾ ഇരിക്കുന്ന സ്ഥലം കുറച്ച് വൃത്തിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഠിക്കാൻ ഒരു റിഫ്രഷ് മൈൻഡ് ഉണ്ടാകും. സോ ഞാൻ ആദ്യം ക്ലീൻ ചെയ്യുവാണേ. പിന്നെ എനിക്കിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നോട്ട്സും കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളൂ. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പെൻസിലും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ളത് മാത്രമേ ഞാൻ എടുത്ത് വെക്കാറുള്ളൂ. ഈ എടുക്കുന്നത് ഞാനൊരു OMR ഷീറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണേ. ഭയങ്കര ഉപയോഗമാണത്. ഭയങ്കര നൈസായിട്ടുള്ള ഷീറ്റാണ്. പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേജസ് ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ മേടിച്ചിട്ടും ഒത്തിരി നാളായത് മേടിച്ചിട്ട്. എനിക്ക് ഒരുപാട് എക്സാംസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു OMR ഷീറ്റാണ് അത്. അപ്പോൾ ബുക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഇതാണ്. പിന്നെ എൻ്റെ വോളിലായിട്ട് ഞാൻ വേറൊന്നും ഒട്ടിച്ചിട്ടില്ല. ആകെ ഈ ഒരു ടൈം ടേബിൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സെപ്റ്റംബർ 20 ഒരു എക്സാം ഉണ്ട്. പ്രസ്മാനിൻ്റെ ഒരു എക്സാം ഉണ്ട് സെപ്റ്റംബർ 20. അപ്പോൾ ഞാനത് ജൂലൈ 1 മുതലേ അതിന് പഠിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടൈം ടേബിളല്ല, ഒരു കാലണ്ടർ പോലെ ഉണ്ടാക്കി ഞാൻ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിയുമ്പോൾ ആ സ്റ്റിക്കർ അവിടെ നിന്ന് എടുത്ത് മാറ്റും. അത് കഴിഞ്ഞിട്ട് വേറെ നോട്ട് പാഡിൽ എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കും. പിന്നെ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് മാറ്റും. അല്ലാണ്ട് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഈ നിറഞ്ഞിരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എപ്പോഴും ബോളൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനിരുന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ എന്നത്തെയും പോലെ തന്നെ റാങ്ക് ഫയൽ തന്നെയാണ് തുറക്കുന്നത്. എന്നും അത് തന്നെയാണ് തുറക്കുന്നത്. റാങ്ക് ഫയൽ ഫസ്റ്റ് തുറക്കാറുള്ളൂ ഞാൻ. റാങ്ക് ഫയലിൽ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടേ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാറുള്ളൂ. കാരണം റാങ്ക് ഫയലൊക്കെ ഇങ്ങനെ ഫ്രഷ് മൈൻഡ് ഇരിക്കുമ്പോൾ പഠിക്കേണ്ട കാര്യമാണ്. എനിക്കങ്ങനെയാണ്. ഞാൻ ഫസ്റ്റ് റാങ്ക് ഫയൽ തുറന്നിട്ടുണ്ട്. അതിന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ സിലബസ് ഉണ്ടല്ലോ, എനിക്ക് എക്സാം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സിലബസ് ഞാൻ എടുത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് നോക്കി ഓരോരോ ചാപ്റ്റർ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഇന്നൊന്ന് റിവിഷൻ ചെയ്യുന്നതാണ് കേട്ടോ രാവിലെ. അപ്പോൾ ഇന്നലെ നൈറ്റ് ഞാൻ പഠിച്ചത് ഇന്ന് രാവിലെ ഞാൻ വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇതുപോലെ റാങ്ക് ഫയൽ നോക്കിയിട്ട് ആവശ്യമുള്ള പോയിൻറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ലെക്ചർ നോട്ട് പോലെയൊക്കെ എഴുതി ഒന്ന് വെക്കാം. കാരണം എനിക്ക് ആ ലെക്ചർ നോട്ട് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്ന് ഓർമ്മിക്കാനോ അല്ലെങ്കിൽ എനിക്കത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇതാണ്, ഞാൻ ഇത്രയും പഠിച്ചല്ലോ, ഓക്കെ എനിക്ക് ഇത്രയും വരെ എത്താൻ കഴിഞ്ഞല്ലോ എന്ന് ഞാൻ സ്വയം നോക്കി കാണുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു
കോൺഫിഡൻസ് തോന്നാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പഠിച്ചു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് ഒക്കെ ആയിട്ട് ഞാനിതുപോലെ ഒരു ബുക്ക് എടുത്ത് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, റാങ്ക് ഫയൽ കുറച്ചൊന്ന് നോക്കി കഴിഞ്ഞിട്ട് ഇന്നലെ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ നോക്കിയത്. റിവിഷൻ പോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് SCERTയുടെ ടെക്സ്റ്റ് ബുക്കാണ്. അതായത് SCERTയിലെ ടെക്സ്റ്റ് ബുക്ക് എനിക്ക് പോയിൻ്റ് വായിച്ച് ഓരോ സെൻറ്റൻസും ഞാൻ വായിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റും PSC ചോദിച്ച് കണ്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതുപോലെ എടുത്ത് ക്വസ്റ്റ്യനും ആൻസറാക്കി ഇങ്ങനെ എഴുതി ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇത് പെട്ടെന്നെടുത്ത് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ ഇപ്പോൾ സൈറ്റിൽ കയറിയിട്ട് സമഗ്രയുടെ സൈറ്റിൽ കയറിയിട്ട് ഇങ്ങനെ നമുക്ക് സ്ക്രീൻ ടൈം കൊടുക്കുന്നതിനെക്കാളും എനിക്കിങ്ങനെ ബുക്ക് എഴുതി വെച്ച് കാണുമ്പോൾ നമുക്കത് വായിക്കാൻ കുറച്ചും കൂടെ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും പഠിക്കാൻ വേണ്ടിയിട്ട്. സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് അത്ര ടൈം കിട്ടാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ സബ്ജക്റ്റ്, ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സബ്ജക്റ്റായിട്ട് പേപ്പറിൽ ഇങ്ങനെ എഴുതി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പണ്ട് എഴുതി വെച്ചതും ഇപ്പോഴത്തെ മാറിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ അതിൻ്റെതും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെയും നോട്ട്സ് ഒരു ഫയലാക്കി വെക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എടുത്ത് നോക്കും. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് റിവിഷൻ ചെയ്യാനാണ്. ഞാൻ ഡെയിലിയോ അല്ലെങ്കിൽ ട്വൈസ് എ ഡേയോ, ഇനി ട്വൈസ് എ ഡേ പറ്റിയില്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ല 1-2 വട്ടമെങ്കിലും ഞാൻ ഇതുപോലെ SCERT ടെക്സ്റ്റ് ബുക്ക് ഇതുപോലെ എഴുതി വെച്ചിട്ടുള്ളത് എടുത്തൊന്ന് വായിച്ച് നോക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് വിടാറുണ്ട്. അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തില്ലെങ്കിലും 1-2 വട്ടമൊക്കെ ഒന്ന് വായിച്ച് വിടാറുണ്ട് ഇതുപോലെ. കാരണം നമ്മളത് മറക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ പഠിച്ച് വെച്ചിട്ടുള്ള കാര്യമാണ്. അതിലുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പറയാൻ പറ്റുന്ന ഒരു രീതിയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇനിയൊരു എക്സാം വരുമ്പോൾ നമുക്കത് മറക്കരുതെന്ന് ഓർത്ത് ഞാൻ ഡെയിലി അല്ലെങ്കിൽ ട്വൈസ് എ ഡേ, ഞാൻ പറഞ്ഞ വീക്ക്ലി 1 ഒക്കെ അല്ലെങ്കിൽ 2 ഒക്കെ എടുത്ത് ഞാൻ അതുപോലെ വായിച്ച് നോക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ആ ഒരു റിവിഷൻ്റെ ഭാഗമായിട്ട് ഒന്ന് എടുത്ത് നോക്കിയതാണ് ഇത്. ഇതിൽ ജോഗ്രഫി, ഹിസ്റ്ററി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഈ 5 സബ്ജക്റ്റിൻ്റെയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടേ. ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് നമുക്ക് എഴുതി വെക്കാൻ നേരത്ത് ചിലപ്പോൾ ഒരു 300-400 ക്വസ്റ്റ്യനെ ഒരു സബ്ജക്റ്റിൽ നിന്ന് കാണത്തുള്ളൂ. അപ്പം നമുക്കത് പഠിക്കുമ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ എന്ന് നമുക്ക് ഓർമ്മ വരും. ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ എക്സാം നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്കൊരു ആ ഒരു ഓപ്ഷൻസൊക്കെ നമ്മുടെ മനസ്സിലൊന്ന് കത്തും. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിക്കാമല്ലോ കേട്ടോ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നുണ്ട്. അന്ന് ഞാൻ വ്ളോഗിൽ കാണിക്കുന്നില്ല. വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ബ്രേക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടി ബ്രേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ കഥ ഞാൻ കാണിച്ചല്ലോ, നേരത്തെ ഒരു ബുക്ക് കാണിച്ചില്ലേ, ആ ഒരു ബുക്ക് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആരാണെങ്കിലും ഞാൻ മടുക്കും. ഓട്ടോമാറ്റിക്കലി അതങ്ങ് മടുക്കും. പിന്നെ ഞാൻ ഇത്രയും പഠിച്ചപ്പോൾ തന്നെ ഏകദേശം ഉച്ച കഴിഞ്ഞു, 1 മണിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ പോയത്. അതായത് എൻ്റെ ഈ ഒരു SCERTയും കൂടെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാനാണ് പോയത്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ പഠിത്തം കാര്യങ്ങൾ അങ്ങനെ മൈൻഡിലോട്ട് ഒന്നും കൊടുത്തുള്ള രീതിയിലുള്ള പഠിത്തമൊന്നുമില്ല. കാരണം ആ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറയുന്നത് എനിക്ക് ഉറക്കം വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിനാണ് ഇരിക്കുന്നത്. OMR ഷീറ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കും. എന്നിട്ട് സ്വയം മാർക്ക് എത്രയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കും. അപ്പോൾ അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം ഞാൻ വിനിയോഗിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഉച്ച കഴിഞ്ഞൊരു 2 മണിക്കൊക്കെ ശേഷമാണ് അടുത്തിരുന്നിട്ടുള്ളത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം. പിന്നെ ഞാൻ LDC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കി. ലക്ഷ്യയുടെ ബുക്കാണ് ഇത്. ഇതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒത്തിരി ഉണ്ട്. അത് മാത്രമല്ല ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ ഡിസ്കഷനും ഉണ്ട് ഇതിൽ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് തുടങ്ങി. ഈ ഒരു OMR ഷീറ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഒരു ഷീറ്റിൽ തന്നെ 10-200ഓളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോളംസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. പ്രൈസ് എത്രയാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പിന്നെ ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് കൊടുത്തേക്കാവേ. ഇതുപോലത്തെ 2 ബണ്ടിൽ ഷീറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഞാനൊരു 4:30 വരെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു 2 മണി തൊട്ട് ഒരു 4:30 വരെ 2 മണിക്കൂർ 2-2.5 മണിക്കൂർ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 7:30-8 മണിക്കുള്ളിലാണ് പഠിക്കാനിരിക്കുന്നത്. അത് ഒരു ഉറക്കം വരുന്നോടം വരെ അല്ലെങ്കിൽ ഒന്ന് ടയർഡ് ആവുന്നത് വരെ പഠിക്കും. അതെന്തെങ്കിലും പുതിയൊരു വിഷയമായിരിക്കും എടുത്ത് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അതിനെ ഞാൻ റിവിഷൻ ചെയ്യും. അങ്ങനെയാണ് പതിവ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് സ്റ്റഡി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.